നമസ്കാരം. പ്രവാസി വ്യവസായി കാസർഗോഡ് പള്ളിക്കര പൂച്ചക്കാട്ടെ അബ്ദുൽ ഗഫൂർ ഹാജിയുടെ മരണത്തിൽ നിർണായകമായത് രണ്ടാം ഘട്ട അന്വേഷണം. പ്രതികളുടെ പേരടക്കം നൽകി കുടുംബം പരാതി നൽകിയിട്ടും ആദ്യഘട്ടത്തിൽ ബേക്കൽ പോലീസ് കാര്യമായ അന്വേഷണം നടത്തിയില്ല എന്നതാണ് വസ്തുത. പ്രതികൾക്ക് കർണാടകയിലടക്കം കണ്ണികളുണ്ടെന്നും അബ്ദുൽ ഗഫൂറിന്റെ ബന്ധുക്കൾ ആരോപിക്കുന്നു. 2023 ഏപ്രിൽ 14 ഗഫൂറിന്റെ മരണം. സംഭവത്തിൽ വീടുകളിൽ പോയി ആഭിചാരക്രിയ നടത്തുന്ന മന്ത്രവാദിനി ഉദുമം മീത്തലെ മാങ്ങാട്ട് കോളിക്കുന്ന് സ്വദേശിനി കെച്ച് ഷമീന എന്ന ജിന്നുമ, ഭർത്താവ് ഉളിയത്തടുക്കൻ നാഷണൽ നഗർ സ്വദേശി TM ഉബൈദ് എന്ന ഉവൈസ്, സഹായികളായ പള്ളിക്കര കീക്കാൻ മുക്കൂട് ജീലാനി നഗറിലെ അസ്നിഫ, മധുർ കൊല്യ ഹൗസിൽ ആയിഷ എന്നിവരെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഗഫൂറിന്റെ വീട്ടിലുണ്ടായിരുന്ന 596 പവൻ സ്വർണം തട്ടിയെടുക്കാനായിരുന്നു കൊലപാതകം നടത്തിയതെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. പ്രതികൾ അബ്ദുൽ ഗഫൂർ ഹാജിയുമായി അടുത്ത ബന്ധം സ്ഥാപിച്ചിരുന്നു. അദ്ദേഹത്തിൽ നിന്ന് സ്വർണവും വാങ്ങി. സ്വർണം തിരിച്ചു ചോദിക്കാൻ തുടങ്ങിയതോടെ പണം ഇരട്ടിപ്പിച്ച് നൽകാൻ സഹായിക്കാമെന്ന് പറഞ്ഞാണ് പ്രതികൾ സംഭവ ദിവസം വീട്ടിലെത്തിയത്. തുടർന്നായിരുന്നു കൊലപാതകം. മാന്ത്രിക ഗുണങ്ങൾ ഉണ്ടെന്ന് വിശ്വസിപ്പിച്ച് ചില മരുന്നുകൾ ഗഫൂറിന് നൽകിയ ശേഷമായിരുന്നു കൊലപാതകം. വീട്ടിലെ അലമാരയിലുണ്ടായിരുന്ന സ്വർണവും കവർന്നു. പ്രതികൾ തട്ടിയെടുത്ത സ്വർണം കാസർകോട്ടെ 5 ജുവലറികളിൽ വിറ്റു. സമാന രീതിയിൽ ഏതെങ്കിലും കുറ്റകൃത്യത്തിൽ ഇവർ പങ്കാളികളായിട്ടുണ്ടോ എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ പരിശോധിച്ചു വരികയാണ്. പലയിടങ്ങളിൽ നിന്നായി ധാരാളം പണം ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. സിനിമാക്കാരും രാഷ്ട്രീയക്കാരുമെല്ലാം ഇവരുടെ അനുയായികളാണെന്നും സൂചനകൾ കിട്ടിയിട്ടുണ്ട്. തകിട് മന്ത്രിച്ച് നൽകിയാൽ പോലും 50,000 രൂപ ജിന്നുമ കൈപ്പറ്റിയിരുന്നു. ജിന്നുമയുടെയും ഉവൈസിന്റെയും സാമ്പത്തിക ഇടപാടുകളെപ്പറ്റിയും അന്വേഷിക്കും. സംഭവത്തിൽ കൂടുതൽ പ്രതികളുണ്ടോ എന്നും അന്വേഷണ സംഘം പരിശോധിക്കും. കഴിഞ്ഞ വർഷം ഏപ്രിൽ 14 പൂച്ചക്കാട് ഫറൂഖിയ മസ്ജിദിന് സമീപത്തെ ബൈത്തുൽ റഹ്മിലെ MZ അബ്ദുൽ ഗഫൂറിനെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അന്ന് തന്നെ ഖബറടക്കം നടത്തുകയായിരുന്നു. എന്നാൽ സ്വർണ്ണാഭരണങ്ങൾ കാണാതായതിൽ സംശയം തോന്നിയ ഇദ്ദേഹത്തിന്റെ മകൻ നൽകിയ പരാതിയെ തുടർന്നാണ് കേസെടുത്തത്. പിതാവിന്റെ മരണത്തിലും ആഭരണങ്ങൾ കാണാതായതിനു പിന്നിലും ആഭിചാരക്രിയ നടത്തുന്ന ജിന്നുമയും ഇവരുടെ രണ്ടാം ഭർത്താവായ യുവാവിനെയും സംശയമുണ്ടെന്ന് ബേക്കൽ പോലീസിൽ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ പറഞ്ഞിരുന്നു. 2023 ഏപ്രിൽ 27 ഖബറിടത്തിൽ നിന്നും ഗഫൂർ ഹാജിയുടെ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തി. തലയ്ക്ക് ക്ഷതമേറ്റിരുന്നുവെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയിരുന്നു. മരിച്ചയാളും മന്ത്രവാദിനിയും തമ്മിൽ കൈമാറിയ വാട്സപ്പ് സന്ദേശങ്ങളും പോലീസ് വീണ്ടെടുത്തിട്ടുണ്ട്. ഗഫൂറിൽ നിന്ന് മന്ത്രവാദിനിയായ യുവതി 10 ലക്ഷം രൂപയും സ്വർണ്ണാഭരണങ്ങളും നേരത്തെ കൈപ്പറ്റിയതിന്റെ രേഖകളും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ജില്ലാ പോലീസ് മേധാവി D ശില്പയുടെ മേൽനോട്ടത്തിൽ DCRB DYSP KJ ജോൺസന്റെയും ബേക്കൽ ഇൻസ്പെക്ടർ KP ഷൈന്റെയും നേതൃത്വത്തിലായിരുന്നു അന്വേഷണം. 16 മാസം ബേക്കൽ പോലീസ് കേസ് കൈകാര്യം ചെയ്തിട്ടും യാതൊരു പുരോഗതിയും ഉണ്ടായിട്ടില്ല. നല്ല രീതിയിൽ അന്വേഷിച്ചിരുന്നെങ്കിൽ പ്രതികൾ അന്നേ പിടിയിലാകുമായിരുന്നു. അന്ന് ഞങ്ങൾ പറഞ്ഞ പ്രതികളെ തന്നെയാണ് ഇപ്പോൾ പിടികൂടിയത്. ആദ്യം കൊടുത്ത പരാതിയിൽ തന്നെ ഇവരുടെ പേര് പറഞ്ഞിരുന്നു. അതിൽ മാറ്റമൊന്നും വന്നിട്ടില്ല. ഇപ്പോഴത്തെ അന്വേഷണം നല്ല തൃപ്തികരമായി മുന്നോട്ട് പോകുന്നുണ്ട്. ഹാജിയുടെ ബന്ധുക്കൾ വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്. അതേസമയം ജിന്നുമ കൺകെട്ട് വിദ്യയുടെ ഉസ്താദ് കൂടിയാണ്. കൺമുന്നിൽ തന്നെ മറിമായം കാട്ടാനുള്ള ബിരുദം, അത്ഭുതകരമായ അഭിനയശേഷിയുമുള്ള നടിയാണ് ജിന്നുമ. ആഭിചാരക്രിയകളിൽ മലയാളം സംസാരിക്കുന്ന പാത്തൂട്ടിയുടെ ആത്മാവ് ജിന്നുമേൽ ആവേശിക്കുന്നത് കണ്ടാൽ ആരും ഭയന്നു പോകുമെന്നാണ് അനുഭവസ്ഥരുടെ സാക്ഷ്യം. ആളുകളെ ഭയപ്പെടുത്തി മുൾമുനയിൽ നിർത്താനുള്ള നാടകീയമായ ശൈലിയായിരുന്നു ജിന്നുമ പ്രയോഗിച്ചിരുന്നത്. ഗഫൂർ ഹാജിക്ക് അന്ധവിശ്വാസത്തിൽ അധിഷ്ഠിതമായ ആഭിചാരക്രിയകളിൽ വലിയ കമ്പമായിരുന്നു. ഈ കമ്പം കാരണമാണ് ജിന്നുമയെ പരിചയപ്പെടാനും സ്വർണം ഇരട്ടിപ്പിക്കാനുള്ള ആഭിചാരക്രിയകളിൽ ഏർപ്പെടാനും കാരണം. ഹാജിക്ക് സ്വന്തമായുള്ളതും അവിടുന്ന് ഇവിടുന്നുമായി കടം വാങ്ങിയതുമായ 596 പവൻ സ്വർണ്ണമാണ് ജിന്നുമ എന്ന KH ഷമീനയും സംഘവും അടിച്ചുമാറ്റിയത്. മൺകുടത്തിൽ സ്വർണം ഇരട്ടിപ്പിക്കാനായി ജിന്നുമ ഇടുന്നത് കണ്ടാൽ ആരും അന്തിച്ചു പോകുമായിരുന്നു. അത്രയ്ക്ക് കൃത്യതയോടെ നിക്ഷേപിക്കും. എന്നാൽ മാന്ത്രികരെ വെല്ലുന്ന കൈയടക്കത്തിന്റെ വിരുദിൽ സ്വർണം നിക്ഷേപിക്കുന്നത് മൺകുടത്തിലായിരിക്കില്ല, മറിച്ച് സമീപത്ത് രഹസ്യമായി സൂക്ഷിക്കുന്ന ബാഗിലേക്കായിരിക്കും എന്ന് മാത്രം. മന്ത്രം ചൊല്ലി മന്ത്രവാദ കളത്തിൽ വല്ലാത്തൊരു ഭയാനക അന്തരീക്ഷം സൃഷ്ടിക്കുന്ന ജിന്നുമ സ്വർണം മാറ്റിയാലും സമ്പന്നർ പരാതിപ്പെടാത്തതും തട്ടിപ്പിന് ഊർജ്ജമായി. ചിലപ്പോൾ കുടം തുറന്ന് തിളങ്ങുന്ന ചില വസ്തുക്കൾ കാട്ടി സ്വർണം എന്ന് പറയും. ഇരുട്ടുമുറിയിലായിരിക്കും ദുർമന്ത്രവാദം. ജിന്നിനെ ആവാഹിച്ചു വരുത്തിയാണ് സ്വർണം ഇരട്ടിപ്പിക്കൽ നാടകം.